ഇനി പുലികളുടെ വരവാണ്. 18-ാം തീയതി നാലോണത്തിന് തൃശൂർ നഗരം പുലികൾ കീഴടക്കും. അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ശക്തന്റെ തട്ടകത്തിലെ ഓരോ ദേശങ്ങളും. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാലോണ നാളിലാണ് തൃശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങുക. അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ഓരോ ദേശങ്ങളും. 7 സംഘങ്ങളാണ് ഇത്തവണ പുലികളിക്ക് ഇറങ്ങുന്നത്. എന്തായാലും അതിന്റെ വിശേഷങ്ങളിലേക്കാണ്. ഇത് സീതാറാം മിൽദേശം പുലികളി സംഘത്തിലെ തന്നെ പ്രധാന സംഘമാണ്. അതിന്റെ സംഘാടകരാണ് ഇവിടെ ഉള്ളത്. എന്തായാലും എങ്ങനെയുണ്ട് പുലികളിയുടെ ഒരു ആവേശം? വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും. എന്തായാലും ഇത്തവണത്തെ പുലികളി ഗംഭീരമാക്കാൻ തന്നെയാണ് തീരുമാനം. പുലികളി ഗംഭീരവും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. എല്ലാ ടീമുകളും വളരെ സജീവമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറേ മാസങ്ങളായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ആശങ്കകളുണ്ടായിരുന്നു, അതെല്ലാം പരിഹരിച്ചു. ഇപ്പോൾ എല്ലാം സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലികളി മാറ്റിവെക്കണമെന്നുള്ള ഒരു തീരുമാനമൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അതിന് ഒരു പരിഹാരം കാണുകയും പിന്നെ എന്തായാലും നാലോണ നാളിൽ പുലികൾ ഇറങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും വളരെ ആശങ്കയിലായിരുന്നു. കാരണം ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുന്നൊരുക്കങ്ങൾ ധാരാളം വേണം, സാമ്പത്തികമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം വളരെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും വളരെ ആശങ്കയിലായിരുന്നു. പക്ഷേ അതിനെല്ലാം പരിഹാരമായി. ഇപ്പോൾ വീണ്ടും സജീവമായിട്ട് നാലോണ നാളിലേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുലികളിയായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടായാലോ എല്ലാവർക്കും കൂടെ? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാട് വേണം കൂട വേണം കൂടവ വേണം. ഓ ദിത്താരാ തകർന്നോ എന്തായാലും പുലികളിക്ക് ഇറക്കാൻ വേണ്ടി ഇവിടെ കുട്ടിപ്പുലികളൊക്കെ ഉണ്ട്. എന്താ പേര്? ഇപ്പൊ എന്തായാലും നാലോണ നാളില് പുലികളിക്ക് ഇറങ്ങോ? എങ്ങനാ ചോടൊക്കെ പഠിച്ചോ? സ്കൂളിലൊക്കെ പോയി പ്രാക്ടീസ് ഉണ്ടോ? അതാ നാട്ടിൽ തന്നെയാണോ എല്ലാ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? വീട്ടില് പ്രാക്ടീസ് ചെയ്യും. എന്തായാലും അതന്നെയാണ്. ഇതിനോട് അനുബന്ധിച്ച് പുലികളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓരോ ദേശങ്ങളും വളരെയധികം ആവേശത്തിൽ തന്നെയാണ്. അപ്പോൾ ചിത്രം വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇത്തവണ മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിത്രരചന എന്ന് പറയുന്നത്, പുലിവര എന്നുള്ളത്. കാരണം പുലിക്കളി എന്ന് പറയുന്നത് അന്യം നിന്ന് പോകാതെ രീതിക്കും അതിൻ്റെ എല്ലാ രീതിയിലും കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പരിപാടി നടത്തിയത്. വളരെ നല്ല പ്രതികരണമായിരുന്നു. ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾ രക്ഷിതാക്കളടക്കം പങ്കെടുക്കുകയുണ്ടായി. ഇത്തവണ എന്തെങ്കിലും സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? സസ്പെൻസുകൾ എല്ലാ വർഷവും ഉള്ളതാണ്. അത് ഞങ്ങൾ ലാസ്റ്റ് സമയത്തെ പൊട്ടിക്കുള്ളൂ. എന്തായാലും പുലികളി നാളിൽ അത് കാണാൻ സാധിക്കും എല്ലാവർക്കും. ഇതിനോടനുബന്ധിച്ച് മറ്റേ ടാബ്ലോകളൊക്കെ എല്ലാം വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഇത്തവണ ഒരു ടാബ്ലോ കുറവാണ്. കാരണം ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ടാബ്ലോ കുറവാണ് പൊതുവെ എല്ലാ ടീമുകൾക്കും. ബാക്കിയെല്ലാം ഒരുക്കങ്ങളും ആയി കഴിഞ്ഞു. ഓക്കെ ചേട്ടാ, എങ്ങനെയുണ്ട്? ഇപ്പോൾ നാട്ടുപുലികളാണ് ഇപ്പൊ ഇറങ്ങാൻ പോണത്. അവിടെ പോയാൽ കാട്ടുപുലികളാവും. അതാണ് ഈ പുലിക്കളിയുടെ ആവേശം കൂടും. ആവശ്യം കൂടും. അതാണ് ആ കളി. എങ്ങനെയുണ്ട് പുലിക്കളി? എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യും. ഞങ്ങൾ തന്നെ അതിൻ്റെ ഒരു സമ്മാനം വാങ്ങിക്കളാം. എല്ലാ തയ്യാറെടുപ്പിലും തന്നെ ഞങ്ങൾ സീതാറാം മിൽദേശത്തിൻ്റെ ആ പ്രസക്തി ഇപ്പോഴും ഞങ്ങൾ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും കൊടുത്ത് എല്ലാ നാട്ടുകാരും ഒരുമിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ പിന്നിലാണ്. എന്തായാലും ഞങ്ങൾ ഉന്നതിൽ തന്നെ ഉണ്ടാവും, എല്ലാവരുടെ സഹകരണവും ഉണ്ടാവും. പുലികളി പൊളിക്കും, പിന്നെ ഗംഭീരാവും. അടിപൊളി അടിപൊളി.
എന്തായാലും ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഓരോരുത്തരും ഇവിടെ നിന്നുള്ള കുറേയധികം പേർ ഈ പുലികളി സംഘത്തിലുള്ള കുറേയധികം പേർ അന്ന് ഈ പുലികളി നാളിൽ അവിടെ ചുവടൊക്കെ വെക്കുന്നത് നമുക്ക് കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിപ്പുലികളൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു ആവേശം നമുക്ക് അവരിൽ കാണുവാൻ സാധിക്കും. എന്തായാലും എല്ലാവർക്കും കൂടെ ഒരു ആർപ്പ്. ഈ ആവേശം പുലികളി നാളിൽ ഇരട്ടിയാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എല്ലാവരും തൃശ്ശൂരിലെ പുലികളി കാണുവാനുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ്. ഈ പുലികളി നാളിൽ 10,000-കണക്കിന് ആളുകളാണ് ഈ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന് ചുറ്റും അണിനിരക്കുക. ആ ഒരു ആവേശം ഓരോ ദേശത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രണവ് പ്രസാദനും ക്യാമറമാൻ വിപിൻ കോച്ചറിക്കുമൊപ്പം എം മനോജ്, ജനം, തൃശ്ശൂർ.